മച്ചന്മാരെ പുതിയ മോഡലിലെ വാഗനർ ഇട്ടത് ഇതിൻ്റെ മിറർ ചേഞ്ച് ചെയ്യാനോ അതേപോലെ സ്റ്റെയറിങ് ചേഞ്ച് ചെയ്യാനൊക്കെയാണ് വന്നുള്ളത്. ഇപ്പോൾ ഇതിന്മേൽ നിലവിലുള്ളത് സാധാ നോർമൽ മിററാണ്. ഇൻഡിക്കേറ്ററും പിന്നെ ഫോൾഡിംഗ് ഒന്നും ഇല്ലാത്ത സൈഡ് മിററാണുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയറിങ് നോർമലാണ്. സ്റ്റെയറിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനി വെക്കാനുള്ളത്. ഓൾറെഡി ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ ആൻഡ്രോയിഡ് സെറ്റ് നമ്മൾ ചെയ്തതാണ്. സെറ്റിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നിലവിൽ പഴയതിൻ്റെ എയർ ബാഗാണ് നമ്മൾ പുതിയതിന് സൂട്ടാക്കുക മീൻസ് അതിന്മേൽ ഫിറ്റിംഗ് ആവും. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മാരുതിൻ്റെ ജെനുവിൻ പാർട്സ് ആട്ടോ. ഇതൊക്കെ എല്ലാ സാധനവും നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ പഴയത് നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോൺടാക്റ്റ് കോയിൽ മാറ്റണം. ഇതിൽ നിലവിൽ 2 കണക്ഷനും എയർ ബാഗും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അയച്ച് റിമൂവ് ചെയ്തിട്ട് പുതിയത് ഫിറ്റ് ചെയ്യണം. ഇത് അയക്കാനുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇവിടെ ഒരെണ്ണം. ഇതിൽ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ചെറിയ കട്ടി കുറഞ്ഞ കമ്പി എന്തെങ്കിലും വെച്ചിട്ട് തള്ളിക്കഴിഞ്ഞാൽ എയർ ബാഗ് നേരെ പൊന്തും. എയർ ബാഗിൻ്റെ ലോക്ക് വരുന്നത് ഒരു ലോക്ക് ഇവിടെ 2 സൈഡിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്താണ് ഇതിമേലാണ് വരിക. ഓക്കെ, അങ്ങനെ സൈഡ് ഫ്രണ്ട് തള്ളി കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊന്തും. താഴെ അമർത്തി കഴിഞ്ഞാൽ മൊത്തത്തിലാണ് പൊന്തി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പഴയത് റിമൂവ് ചെയ്യാണ്. പുതിയ സ്റ്റെയറിംഗ് കൺട്രോൾ ഇപ്പോൾ നമ്മൾ വെച്ചു. എയർ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സെറ്റ് ചെയ്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം ജെനുവിൻ പാർട്സ് ആയതുകൊണ്ട് കറക്റ്റ് ഫിറ്റിംഗ് ആവും കാര്യങ്ങളൊക്കെ. താഴെ മാത്രമാണ് നമ്മൾ കണക്ഷൻ അഡീഷണലായിട്ട് ഇടേണ്ടത്. അത് ആ കപ്ലറിലേക്ക് പുതിയ 5 കണക്ഷൻ അഡീഷണലായിട്ട് ഇടണം അതിനകത്തേക്ക്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ സ്റ്റെയറിങ്ങിൻ്റെ കണക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിങ്ങിൽ 2 എർത്ത് വരുന്നുണ്ട്, ഒരു പാർക്കിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, 2 സ്റ്റെയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നിന്നുള്ള കണക്ഷന് കപ്ലർ വെച്ച് ഇത് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ മ്യൂസിക് പ്ലേ ചെയ്താൽ സൗണ്ടാണ് ഇട്ടത്, വോളിയത്തിൻ്റെത്. നെക്സ്റ്റ് മ്യൂട്ട്, എല്ലാ സംഗതിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂണിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പുടിയ മിററിൻ്റെ മിറർ ഫോൾഡിംഗ് ആണ്. ലോക്കാക്കിയാൽ തുറക്കണോ അടക്കണോ മിറർ ഫോൾഡിങ് യൂണിറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ കണക്റ്റും കാര്യങ്ങളാണ്. ഇത് മിറർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ സെറ്റ് ചെയ്തിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും മിറർ ഫോൾഡിങ്ങിൻ്റെ കണക്ഷനും അഡീഷണൽ കപ്ലർ ഇട്ടാണ്. അതൊക്കെ കണക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് എർത്ത്, രണ്ടാമത്തെ റെഡ് പാർക്ക് ലൈറ്റ്, മൂന്നാമത്തത് പിങ്ക് വരുന്നത് സ്റ്റെയറിങ് 1 കൺട്രോള്, രണ്ടാമത്തത് ഓറഞ്ച് വരുന്നത് എർത്ത് സ്റ്റെയറിങ് കൺട്രോളിൻ്റെ എർത്ത് വരുന്നത്, വൈറ്റ് സ്റ്റെയറിങ് കൺട്രോൾ 2, പിന്നെ ബ്ലൂ വരുന്നത് ഹോണ്. ഇത്രയും കണക്ഷൻസാണ് വരുന്നത്. ഇത് നിങ്ങൾ അവിടെ കറക്റ്റ് ആക്കിയിട്ട് സെറ്റിനകത്ത് കൊടുക്കുക. വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ലോക്കാക്കിയിട്ട് കാണിച്ചു തരാം. ലോക്കായി, അൺലോക്ക്. ഇൻഡിക്കേറ്ററും വർക്കിംഗ് ആണ്, ഫോൾഡിങ്ങും വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ നമ്മളിതാ സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ കുടുക്കി. സ്റ്റെയറിങ്ങിൽ പാർക്കിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, പ്ലസ് സ്റ്റെയറിങ് കൺട്രോള്, പ്ലസ് വോളിയം മൈനസ്, നെക്സ്റ്റ് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത് കൂടാണ്ട് നമ്മളിതാ ഒരു ഗിയർ നോബും മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതാ നമ്മൾ മിറർ ഫോൾഡിങ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ ഫോൾഡിങ്ങും അത് മാത്രമല്ല അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഉണ്ട് കേട്ടോ. മൊത്തം കിറ്റാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ലോക്കാക്കിയാൽ മിറർ ഓട്ടോമാറ്റിക് മടങ്ങുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മച്ചന്മാരെ.